ഇപ്പം അതല്ല ജോസ് കെ മാണി ഇപ്പോൾ പുതിയ ബോർഡ് വെച്ചേക്കുന്നത് വെച്ചാൽ ഞാൻ പാലാ തിരിച്ചു പിടിക്കും, പാലാടെ വികസനം. ഇത്രയും കൊല്ലം അപ്പനൊക്കെ ആയിട്ട് ഇത്രയും നാളായിട്ട് വികസനം ഇല്ലാതെ ഇപ്പോൾ സാറിന് ഞങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ലേ? ഇത്രയും നാൾ ശരിയാണ്, ഞാൻ പാലാടെ വികസനം തിരിച്ചു പിടിക്കും, അല്ലെ പാല ഇങ്ങനെ ആക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പോകുന്നത് 7 വർഷമായിട്ട് വികസനമില്ല. അതിന് മുമ്പ് വികസനം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ വികസനം ഇല്ലാതെ വന്നേക്കുന്നത്. ഇവിടെ ഈ പാലായിലുള്ള ജനങ്ങളെ മൂടന്മാരാന്നൊരു വിശ്വാസം ഇവർക്കുണ്ടോ? മൂടന്മാരല്ല, അതൊരു മൂടന്മാരാ. പാലായിലെ കുറച്ച് ആൾക്കാർ മൂടന്മാര് തന്നെ, മൂടന്മാരാ. ഇതിനായിട്ട് ഇപ്പം വേറെ ഒന്നുമില്ല, ഇതിനായിട്ട് എതിരത്ത് പറഞ്ഞവരെല്ലാം സംഖ്യകളാവും, അല്ലെങ്കിൽ വേറെ രീതിയിലാവും. മനസ്സിലായോ? കമ്മികളാകല്ല, സംഖ്യകളാവും, അല്ല മറ്റേ രീതിയിലേക്ക് ഇവരങ്ങ് വരും. നമുക്ക് അതുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല. അതിൻ്റെ പുറത്ത് വേറെ കേസുകൾ വരും ഇവനിട്ട് ഉടായിപ്പിക്കാനായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞാൽ പോലെ എനിക്കിട്ട് ഉടായിപ്പി അതാ ഇതെന്നെ എവിടെ കൊടുക്കും, ഇങ്ങനെയുള്ള സെറ്റപ്പ് പേടിയാണ് ആൾക്കാർക്ക്. അങ്ങനെ പേടി നമുക്കൊന്നുമില്ല. അനുസാരം ചെയ്യാവുന്ന സാധനമായിരുന്നു, ഇതൊക്കെ ചെയ്തു പോകുമായിരുന്നു. ഇതൊക്കെ രാഷ്ട്രീയമല്ല, ഇതിനകത്ത് മതപരമായ പല പല ഇതുകൂടുകളോ ഇതിനകത്ത് വന്നത്. കുറച്ച് പേരുടെ സ്ഥലങ്ങൾ പോകല്ല, കാര്യങ്ങൾ പോകല്ല, അങ്ങനെയുള്ള ഒരു കേസ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പാർട്ടി നിൽക്കുന്നത്. അത് പല മാനസാർ ഉൾപ്പെടെയുള്ളവരന്ന് നിന്നത്. ഇതൊക്കെ ഈസി ആയിട്ട് പോകാൻ 10-12 വർഷമായിട്ട് ഇതിങ്ങനെ കിടക്കുന്നത്. ഒരു ആഴ്ച മെനക്കെട്ടായിരുന്നെങ്കിൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാറുണ്ട്. ഒരാഴ്ചയല്ല, ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ഇടപെടുന്നത്. ഇതും രാഷ്ട്രീയമല്ല, ഇവിടെ മതങ്ങളും ഈ ഓരോ ജാതി സ്പിറ്റുകളും വന്നുകൊണ്ടിരിക്കും. ഈ വഴി എങ്ങോട്ടാണ് ഇന്ന് മുറിയുന്നത്? ഇത് നേരെ പാർപ്പള്ളി. ഇവിടെ എത്ര കിലോമീറ്റർ വരും? പാർപ്പള്ളിക്ക് ഇവിടെ എത്ര കിലോമീറ്റർ വരും രാജ? പാർപ്പള്ളി ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല, അത്രേ ഉള്ളൂ. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഈ പാല ടൗൺ കൂടാതെ പാറപ്പള്ളി അങ്ങോട്ട് 12 മൈൽ മേലെ അങ്ങോട്ട് പോകാൻ പറ്റും, ഇടമറ്റമൊക്കെ പോകാം. പക്ഷേ ഇത് നല്ലൊരു ബൈപ്പാസ് ആണല്ലേ? ഏറ്റവും നല്ല ബൈപ്പാസ് ആണ്. ഈരാറ്റുപേട്ട എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാം ഇതെത്ര വർഷങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഞാൻ രാഷ്ട്രീയം പറയാലോ കേട്ടോ, രാഷ്ട്രീയമല്ല, അത് ആരും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഓരോ ഉപജാത സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. ഇനി ആരും ഇവിടെ വന്നാലും ഈ പാലത്തിന്റെ പണി ഇപ്പൊ ആര് വന്നു ഇപ്പൊ ഇനി ആരാ പാലയിൽ പുതിയ വരാണല്ലോ? ഷോൺ ജോർജ് വന്നാലും ഇത് ആര് വന്നാലും അങ്ങനെ ഷോൺ ജോർജ് വരെ മാനസികാവും ഇവിടെ നിശ്ചയിക്കുന്ന ഒരു അജണ്ടയിലാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ജോസ് കെ മാണി വന്നു കഴിഞ്ഞാൽ ഇല്ല, ജോസ് കെ മാണിക്ക് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. പുള്ളി MP ആയിരുന്നു. പുള്ളിയുടെ ചാൻസ് പോയല്ലേ? പുള്ളി MP ഇപ്പൊ രാജ്യസഭയിൽ MP ആയിരുന്നു. ആണോ? രാജ്യസഭയിൽ ഇപ്പോഴും MP അല്ലേ? പുള്ളിക്ക് ഇത് ഇതാക്കാൻ മേലായിരുന്നു. അതിനപ്പോ ഇത് സെറ്റപ്പ് ചെയ്ത സാധനം അത് ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ വലിയ ഇതല്ല. ഇതൊക്കെ അതല്ല ഞാൻ നമ്മൾ പറയുന്ന പോലെ രാഷ്ട്രീയ. എന്നിട്ട് പാല ഞങ്ങൾ വികസിപ്പിച്ചു, എല്ലാവരും കണ്ട് പറയാം ഞങ്ങൾ വികസിപ്പിച്ചു. ഒന്നും വികസിപ്പിച്ചില്ല, ഒന്നും വികസിപ്പിച്ചു. എന്നാൽ പാല ഒരു നല്ല റോഡ് പോലും അറിയാൻ പറ്റില്ല. നിങ്ങളിവിടെ ഒന്ന് എന്നാൽ പാല വികസിപ്പിച്ചിരുന്നു, ഒന്നും വികസിപ്പിച്ചില്ല ആരും ഒന്നും വികസിപ്പിച്ചു. കുറെ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ബൈപ്പാസ് വെച്ചിട്ടുണ്ടല്ലോ, അതായത് പാല ഇപ്പൊ വേറെ കൂടെ പറയാം. ലോഡിംഗ് വണ്ടി വേറെ കൂടെ. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? മെരിന്റെ അവിടെ പോയിട്ടുണ്ടോ? കണ്ടായിരുന്നു. അവിടെ ഒരു കെട്ടിടമാണ് നിൽക്കുന്നത്, അത് ബൈപ്പാസ്. അതെല്ലാം താല്പര്യം വേണ്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. അത് നേരെ നോർത്തിട്ട് എന്ത് സൗകര്യമായിട്ട് പോകുന്നുണ്ട്. ഇതിലോടുമായിട്ട് വണ്ടി വന്നിട്ട് പകുതി വരുമ്പോൾ അതാണ് അവിടെ. അതൊക്കെ എന്നാ കാരണം എന്താ വെച്ചാൽ അതൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് പഴങ്ങിക്കൊടുത്താ. അതൊക്കെ ഇപ്പൊ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവരെല്ലാവരും പഴങ്ങിക്കൊടുത്ത സാധനം. അതൊക്കെ അത് ആ ഫ്രണ്ടിൽ താമസ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ അതൊക്കെ കെട്ടുന്നു. ഇപ്പൊ താമസ ഹോട്ടലിൽ തന്നെ ഹോട്ടലാണ് ഫ്രണ്ടിൽ കണ്ടോ? മെഡിക്കലിലേക്ക് കയറുന്നു. എല്ലാം ഇപ്പൊ പറയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങളെല്ലാം ഒലത്തി പോകും. ആരും ഒന്നും ഒലത്തിയിട്ടില്ല. ഇപ്പൊ കിട്ടുന്നവർ എല്ലാ സെറ്റപ്പുമായിട്ട് പോകുന്ന മാത്രമല്ല. ഓരോ കുറെ കാശും മേടിച്ച് ഇതെല്ലാം ഇപ്പൊ തെളിച്ചു പറയാം. ജോസ് കെ മാണി ആണേലും മാനസാറാണേലും ഈ സഭയ്ക്കും അവരുടെ ഈ പരിപാടിക്കും വേണ്ടിയിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. കൂടുതലായിട്ട് അത്ര നിൽക്കുകയുള്ളൂ. ഇവിടെ പാലായി മൊത്തം നിൽക്കുന്നത് അങ്ങനെ തന്നെ. സഭ അവർ പറയുന്ന പോലെ തന്നെ ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ അത്ര ഉള്ളു ചേട്ടാ അതിനകത്ത് കാര്യങ്ങൾ. ഗവൺമെന്റ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് വഴിയുടെ അവിടുന്ന് പാലം കിടക്കുമ്പോൾ പല സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഇപ്പൊ നടപ്പാക്കുന്ന കേസല്ല. എത്ര കോടി രൂപയുടെ അതാണ്ട് കോടികളുണ്ട്. അതുപോലെ പാലാശ്രീയാണ് ചേട്ടാ. ഇതിനകത്ത് പാലാശ്രീ പണിയുന്നുണ്ട് മൊത്തം. അതിൻ്റെ അകത്ത് ഒരു ഡോക്ടർമാരും ഇല്ല, ഒരു മിഷനറി ഇല്ല, ഒരു സാധനങ്ങളില്ല. കെട്ടിടങ്ങളൊക്കെ പണിതിട്ടേക്ക്. കെട്ടിടങ്ങൾ പണിതതിൻ്റെ കാര്യമാണ്. എല്ലാവർക്കും കമ്മീഷനും ഉണ്ട്, പരിപാടിയുണ്ട്, സെറ്റപ്പും ചെയ്യും. ഒരു ഡോക്ടർ പോലും ഇല്ല അവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാരസെറ്റമോൾ മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. ഒരു മെയിനായിട്ട് നമ്മുടെ അറ്റാക്കിന് ഒരു കാർഡിയോളജി വിഭാഗം ഇല്ല അവിടെ. പാലാശ്രീ കാർഡിയോളജി വിഭാഗം ഇല്ല. ആരും പറയാതെ ഒരു ചാനലിൽ കൂടെ ഒരു വാർത്ത പോലും ഇങ്ങനെ എത്രയോ പറഞ്ഞിട്ടുള്ള എത്ര ഇവിടെ പാലായിലില്ല, പാലാശ്ശേരിയില്ല. ഇപ്പൊ ചേട്ടായി ഇവിടെ വെച്ച് പറ്റുന്നുണ്ടോ? അവിടെ ചെന്ന് ഒരു പെട്ടെന്ന് ഒരു സെറ്റപ്പ് ചെയ്ത് തരാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഇല്ല. ECG എടുത്തു കഴിഞ്ഞാൽ അന്നേരം പറയും മെഡിക്കൽ വിട്ടോളാം. ഇപ്പൊ ECG ഇപ്പൊ ആയിട്ടുണ്ട്, ഇപ്പൊ എടുക്കുന്നു.
അല്ലെങ്കിൽ ECG എടുത്ത് ചന്ദ്രനെ പറയും മെഡിക്കൽ കോളേജിന് വിട്ടോളാൻ പറയും. അത് വേറെ ഒന്നും ഏറ്റവും അടുത്തുള്ള ഇവരല്ല ഈ പ്രൈവറ്റ് ആശുപത്രിയെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മെഡിയന മെഡിസിറ്റി അറിയാമല്ലോ, കാരിത്താസ് ഉൾപ്പെടെയുള്ള. അപ്പം നമ്മൾ അങ്ങോട്ടുള്ള ചൂണ്ടുവല നമ്മൾ ഇപ്പം ചേട്ടന് വന്നാലും ചേട്ടൻ പെട്ടെന്ന് ചേട്ടൻ്റെ കുടുംബത്തിലുള്ളവർ പറയും മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന സമയത്ത് നേരെ അങ്ങോട്ടല്ലേ കയറ്റുള്ളൂ. സാമ്പത്തികം നോക്കുന്നില്ലല്ലോ, ആശുപത്രി കയറാനാ പറയുന്നത്. നോക്കുന്നത് സാമ്പത്തികം നോക്കുന്നില്ലല്ലോ. ഇല്ലാത്തവനെ പിഴിഞ്ഞ ഈ പ്രൈവറ്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ അരുമ്പം ബ്ലേഡുകാരോട് എടുക്കുക, അറിയാലോ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചാനലുകാർക്ക് എല്ലാം ബ്ലേഡുകാരോട് എടുക്കുന്ന പരിപാടി. ഇത് ഇത്രേ ഉള്ളൂ സംഭവം ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു കോപ്പും വികസനം ഒന്നും നടന്നിട്ടില്ല കേട്ടോ. മാറ്റം വരുന്നത് പറഞ്ഞിട്ടില്ല, മാറ്റം വരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഇതിനകത്തുള്ള കാര്യം പറയാം, മാറ്റം വരണമെന്ന് സാധാരണക്കാർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊരു മതനിഷ്ഠമായ വോട്ടുകളാണ് അതിൻ്റെ അത് വന്ന് വീഴുന്നത്. മതത്തിൽ മനസ്സിലായി, മതത്തിൽ അധിഷ്ഠമാണ്. ഇന്ന പാർട്ടി ഇന്ന കേസ് അവന് ഇന്നത്തെ ക്രിസ്ത്യാനി മതി, അല്ലെങ്കിൽ മറ്റവും വേണ്ട, അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്കാണ് പാലാ മൊത്തം കൊണ്ട് മതവർഗീയത. ഇതിനകത്ത് ഈ പ്രാവശ്യം മാത്രം വന്ന വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ പാലാ മുനിസിപ്പാലിറ്റി ഭരണം ബിനു പുള്ളിക്ക് കണ്ടോ, നിങ്ങൾ അറിയാലോ, ബിനു പുള്ളിക്ക് പുതിയ മുരിക്കുമ്പോൾ ഈ ഇവിടുന്ന് ഈ പുള്ളി 200 മീറ്ററുള്ളൂ വീട്ടിലേക്ക്. അത് വന്നതിന് പോലും ഇവിടെ എതിരാ. അതാ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 75 വർഷമായിട്ട് ക്രിസ്ത്യാനികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് അത് അവർക്കൊരു അജണ്ട അതിനകത്ത് ഇത്രേ ഉള്ളൂ, ഒരു അജണ്ടയായിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നത്. പാലാനെ സംബന്ധിച്ച് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലായിൽ 45ഓളം ഫ്ലൈവുഡ് ഫാക്ടറികൾ വരുന്നുണ്ട്. പത്തനംതിട്ട പ്രവർത്തനം തുടങ്ങി. അതല്ല ചേട്ടാ, എന്തുകൊണ്ടാണ് അങ്ങനെ 10ഓളം എന്തുകൊണ്ടാണ് 45ഓളം ഫ്ലൈവുഡ് ഫാക്ടറികൾ ഇതുപോലെ പ്രകൃതി സുന്ദരമായി ഈ കേരളത്തിലാണ് ഏറ്റവും പ്രകൃതി സുന്ദരമായിട്ടുള്ള ഏരിയ പറഞ്ഞത്. ഇവിടെ അതുപോലെ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇപ്പം പാലായിലെ KM മാണി മന്ത്രി, എൻ്റെ ചെറുപ്പകാലത്തോടെ മന്ത്രിയായിരുന്നു, എല്ലാവരും. ഇവിടെ ഒരു 100 പേർക്ക് തൊഴിലെടുക്കാനുള്ള ഒരു പദ്ധതി ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. 100 പേർക്ക് സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനി പോലെ ഒരു പരിപാടി ഇല്ല. അതുകൊണ്ട് ചെറുപ്പക്കാരും ഇല്ല ഇവിടെ. ഏത് വീടെടുത്ത് കഴിഞ്ഞാൽ ഒരു 25 വയസ്സിന് താഴേക്കുള്ള ഒരു പിള്ളേരും ഇല്ല, എല്ലാവരും നാട് കടന്ന് പോവാണ്. അതുകൊണ്ട് ഇവിടെ ഒരു തൊഴിലിനുള്ള ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു പദ്ധതി പോലും ഇത് ഇത്രയും വർഷങ്ങളായിട്ട് മാറി വരുന്ന ഒരു മന്ത്രിയായിട്ടിരുന്ന പ്രതിപക്ഷത്തിന് തന്നെയല്ല. ഇതിവിടെ ഒന്നുമില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ കാണാൻ ഇവിടെ ഒരു റോഡെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗതാഗതക്കുരു, ഇവിടെ ഒരു പരിപാടി ഒന്നും വെക്കാൻ ഈ പാലാ ടൗണിൽ പറ്റും. അറിയാൻ പറ്റില്ല, നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ പാലാ ടൗണിൽ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കും ഉടായ്പും എല്ലാം കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞ് എല്ലാം ഈ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള കേസുകൾ. അവൻ്റെ പൊളിക്കത്തില്ല, ഇവൻ്റെ പൊളിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇവിടെ വന്നപ്പോൾ വേറൊരു രസം എന്താണെന്ന് പറഞ്ഞാൽ ഈ പാലായിൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ വന്നു. അവിടെ വന്നപ്പോൾ പാതി പണിതിട്ട ഒരു ബസ് സ്റ്റാൻഡ്. തുടക്കഭാഗങ്ങളുടെ കമ്പികളെല്ലാം ഇങ്ങനെ കൂർമനയായിട്ട് നിൽപ്പുണ്ട്, എല്ലാം തുരുമ്പെടുത്ത് നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം മുമ്പുങ്ങാണ്ട് പ്രവർത്തനം നിന്ന് പോയാന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടുത്തെ പുതിയ ബ്ലോക്ക് പണിത് വാടകയ്ക്ക് കൊടുത്തെന്നൊക്കെ പറയും. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ചേട്ടാ ഇപ്പൊ നടക്കുന്ന രാഷ്ട്രീയ ഇപ്പൊ ഞാൻ പറയാം, ഒരു രാഷ്ട്രീയക്കാരെ നമ്മൾ തെറി പറഞ്ഞിട്ട് തെറി പറയണ്ട, തെറി എല്ലാവരും അടച്ചു പറയണം. ഇവരെല്ലാം ഈ സാമ്പത്തികമായിട്ട് ഇവർക്കെല്ലാം നേട്ടമുള്ള കാര്യങ്ങൾക്ക് മാത്രം സൈഡിലേക്ക് നിൽക്കുക. രാഷ്ട്രീയക്കാരെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ നാണയത്തിന് ഈ 2 വശങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം 3 വശം വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എല്ലാവരും ഈ വാഗ്ദാനങ്ങൾ കൊടുക്കും, പക്ഷേ അവരവരുടെ സെറ്റപ്പിന് വേണ്ടി മാത്രം കാര്യങ്ങൾ അങ്ങോട്ട് നീക്കുക. അവിടെ ജനങ്ങളെ കബളിപ്പിക്കുക, ഇവിടെ നിൽക്കുന്ന ജനങ്ങളെല്ലാം കബളിക്കുക. നാളെ ഉണ്ട് മറ്റേ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കുക. ഇവരുടെ സാർത്ഥ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഇങ്ങ് പോയി. പാലായുടെ അങ്ങനെയാണ് പറഞ്ഞത്, സാർത്ഥ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട്. പാലായുടെ ബേസ്മെന്റ് അതാ, അത് തന്നെ സംഭവം. കറക്റ്റ് ബേസ്മെന്റ് അതാ. ഓരോരോ ഇപ്പൊ പാർട്ടിക്കാർക്ക് ഇഷ്ടമുള്ള അവിടെ പൊളിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരൻ്റെ സെറ്റപ്പാന്ന് പറഞ്ഞാൽ അത് വേണ്ട. ഇവിടെ വികസനത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തല മറന്ന് കിടന്ന് ചിരിക്കും അല്ലേ? നമുക്ക് പുഞ്ചിരി. ഒരു ടോർച്ചിലേക്കുള്ള വിറകാണ് ഈ പാലത്തെ വന്ന ഈ 8 കോടി രൂപയുടെ പാലത്തെ വന്ന് കിടക്കുന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്യാനോ ഇതിന്റെ ബാക്കി അനുബന്ധ പ്രവർത്തികൾ നടത്താൻ ഇങ്ങോട്ട് ഇട്ടാ അതല്ലേ? ഇതിന് മൊത്തം വേസ്റ്റ് ഇവിടെ കൊണ്ട് തള്ളുന്നു. ഈ പാലാ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് മൊത്തം ഇവിടെ കൊണ്ട് തള്ളുന്നെന്ന് തോന്നുന്നല്ലോ. അപ്പുറം കിടപ്പുണ്ടോ? അവിടെ കടന്നു വരുന്നിടത്തും കിടപ്പുണ്ടോ? ഇതിനകത്ത് മുച്ചൂട് മൊത്തം ഒന്ന് മാറണം. റവന്യൂ മന്ത്രി, നിയമമന്ത്രി, അതെ എന്തെല്ലാമായിട്ട് ഞങ്ങളെ ഭരിച്ചോണ്ടിരുന്നു. 12 കൊല്ലം മുമ്പ് ഇത് സെറ്റായി പോകാനുള്ള വേറെ ഒന്നും നഷ്ടപ്പെടാനില്ല. അതാ പറഞ്ഞ ഇവിടെ അവിടെ ആ 2 പറമ്പട മാത്രം, അത് കോടികളുടെ ആസ്തിയുള്ളവരാ ഈ 2 പറമ്പട. അത് മാത്രം ഒന്ന് എടുത്തു. എന്നിട്ട് ചേട്ടാ ഇവരെല്ലാം ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സാധാരണക്കാർ ജനങ്ങളെ ഉത്തരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നവന് ഒരു ഉത്തരവും നടക്കുന്നില്ല. ഏത് പാർട്ടിയാണേലും ഇപ്പൊ ഞാൻ പറഞ്ഞ CPM ആണേലും കോൺഗ്രസ് ആണേലും BJP. BJPക്ക് ഇനി മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയതായിട്ട് അവർ വരുന്നുണ്ട്.
ഇവരെ ആരും ഉത്തരിക്കാനൊന്നുമല്ല നടക്കുന്നത്. ഇവർക്ക് ഇവരുടേതായ താല്പര്യങ്ങളുണ്ട്, ഇവർക്ക് പോകണം, അത്രേ ഉള്ളൂ ഇവിടെ നടക്കുന്നത്. ഇവർക്ക് ഒന്നും ചെയ്തില്ല എന്നുള്ള കുറ്റബോധം ഇവർക്കുണ്ടോ? ആർക്ക്? രാഷ്ട്രീയക്കാർക്കോ? ഒരു കുറ്റബോധവും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നു ഇവര് ഒരു കുറ്റബോധവും ഇല്ല ഇവർക്ക്. ഇവര് പിന്നെയും ഇവർക്കൊരു അതെ ഇവർക്ക് ഒരു കുറ്റബോധം ഇല്ല കേട്ടോ. ഇതിലും ഇപ്പോൾ ഞാനുള്ള കാര്യം ഇതിലും വല്ല സൗദി അറേബ്യ അവരുടെ ഭരണമൊക്കെയാണ് സുഖം. നമ്മുടെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന അറിയാലോ, അവർക്കൊരു മേൽക്കൈ ഉള്ളിടത്ത് നമ്മൾ ശബ്ദിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ പെടുത്തും, വേറെ രീതിയിലേക്ക് പെടുത്തും. ഇപ്പം എതിരായിട്ട് പറഞ്ഞിട്ട് നമ്മളെ പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോവുമല്ലോ, ആൾക്കാരെ അധികം പോലെ ഏത് കേസായിട്ടും അല്ല ഉടായ്പായിട്ടൊക്കെ പെടുത്തുമല്ലോ. ഇതിലേക്ക് വഴി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് എളുപ്പമുണ്ടായിരുന്നു? വരും ചേട്ടാ വരും. വേറെ പാലത്തിന് കേടുപാടുകളൊന്നും ഇല്ലല്ലോ. പുതുതായിട്ട് പാലത്തിന് കേടുപാടുകളൊന്നും ഇല്ലല്ലോ. ഒരു ബൈപ്പാസോടെ വന്നു കഴിഞ്ഞാൽ മാറ്റം വരുമല്ലോ. 7 വർഷമായിട്ട് ഇങ്ങനെ അല്ല 10 വർഷമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുവാണ്. 12 കൊല്ലമായിട്ട് ഇങ്ങനെ കിടക്കുക നടക്കുന്ന സാമാന്യം. ഇനി പുതിയതായിട്ട് ഇപ്പം നിങ്ങൾ മാധ്യമ പുതുതായിട്ട് ഇനിയിപ്പോൾ ഷോൺ ജോർജ കയറി വരുന്നെങ്കിൽ മാറ്റം ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് അറിയത്തുള്ളൂ ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. അതെ ഷോണ കയറി വരുന്നെങ്കിൽ ഷോണും ഇവിടെ ഈ കാര്യത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു വർഷത്തെ ഞങ്ങൾ വീണ്ടും വീഡിയോ ഇടും. അതല്ല പറഞ്ഞത്, ഷോൺ വന്നു കഴിഞ്ഞാൽ വ്യത്യാസം വരുമായിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ചെറുപ്പം മാനസികാപ്പനം വന്നെങ്കിൽ മാനസികാപ്പം വന്നിട്ട് ഈ വാർത്ത ജനങ്ങളിലേക്ക് കൊടുത്തിട്ട് പുള്ളിയും വന്ന് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ വാർത്ത ഇടും. ഇനിയിപ്പോൾ മാനസികാപ്പം പറയുന്ന എന്ന് പറയുന്നത് ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പരിമിതിയുണ്ട്, ഒന്നും അനുവദിക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വന്ന് ഇനി മാനസികാപ്പനോട് ജയിച്ചു പോയി കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് ഈ പരിപാടി ചെയ്തില്ലല്ലോ, പുള്ളി ഓടിച്ചിട്ട് തരണം. പുള്ളി പറയുന്നത് എനിക്കൊരു കൂടി ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവരൊന്നും അങ്ങനെ അനുവദിക്കുന്നത് നമുക്ക് പറയുന്നേ അറിയത്തുള്ളൂ. ഇവരൊക്കെ എന്നാ ഇതിനകത്ത് ഏറ്റവും രസമുണ്ട്, പ്രതിപക്ഷത്തിൽ നിന്നിട്ടും കേരളത്തിലെ ഏറ്റവും നല്ലൊരു MLA ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കരുനാഗപ്പള്ളി MLA മകേഷ് കേട്ടിട്ടുണ്ടോ? പുള്ളിയുടെ ഫണ്ട് ഇപ്പോഴും പ്രതിപക്ഷ കോൺഗ്രസിന്റെ 10 വർഷം പുള്ളി ചെയ്ത ജനസേവന പരിപാടി അതൊക്കെ ഇവർക്ക് മാതൃകയായിട്ട് കാണണോ? മനസ്സിലാക്കാറുണ്ടെന്നേ. MLA ആയിട്ട് ഇനിയിപ്പോൾ പുള്ളി അവിടെ നിൽക്കുന്ന വാക്ക് ഓവർ മത്സരത്തിനാണ് നിൽക്കുന്നത്. ഇപ്പം നിൽക്കുന്നതാണെങ്കിലും വാക്ക് അതുപോലെ ജനകീയനാണ് പുള്ളി. കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ എല്ലാ ആൾക്കാർക്കും എന്നാ വേണം ഈ പുള്ളിയൊക്കെ ഇനി ചെയ്യുന്ന എല്ലായിടത്തും ഓടി മകേഷ് നിങ്ങൾ കാണാറില്ല. അതുപോലെ എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഇതുകൂടാണ് പുള്ളി. അതുപോലെയൊക്കെ പ്രവർത്തിക്കുക, അതിനൊരു 50% പ്രവർത്തിച്ചാൽ മതി. 50% പ്രവർത്തിച്ചാൽ മതി. അല്ലാതെ മകേഷ് എന്ന് പറഞ്ഞ ഒരു മകേഷ് കരുനാഗപ്പള്ളി ഇവിടുന്ന് ജോസ് കെ മാണിയുടെ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 3-4 ഭാഗത്ത് നിന്ന് ഇവിടുന്ന് കൂടി വന്നാൽ 4 കിലോമീറ്റർ കാണും. 4 കിലോമീറ്റർ ഉള്ളൂ. ഈ പാലത്തേക്കൂടെ ഒക്കെ നടന്നു പോയിട്ടുണ്ടോ പോലും? ആ പുള്ളി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. പിന്നെ ഇലക്ഷൻ സമയത്ത് എങ്ങാനും വന്നെങ്കിലും ഉള്ളൂ, അതൊന്നും പുള്ളിക്കൊന്നുമില്ല. പുള്ളിയുടെ മെയിൻ പുള്ളി ആള് പാവാ. ഈ വന്ന വഴിക്ക് വികസന മുന്നേറ്റം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഈ MLA-മാരായാലും MP-മാരായാലും ഇടയ്ക്ക് സാധാരണക്കാരൊക്കെ വണ്ടി എന്നൊക്കെ ഇറങ്ങി ഒന്ന് നടന്ന് നോക്കണം, എന്നെല്ലാം ബുദ്ധിമുട്ട്. സാധാരണക്കാരുടെ ഇടയ്ക്ക് ഒന്ന് കയറി ചെല്ലണം, ഏത് ജനപ്രതിനിധിയാണേലും. അതാണ് തീർച്ചയായിട്ടും. അതായത് കാറാ നടന്നിട്ട് ടൗണിൽ കൂടെ നടന്നിട്ടൊന്നും കാര്യമില്ല. ഉൾപ്രദേശത്ത് കൂടെയൊക്കെ എന്നാ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും കേസ് കിട്ടുണ്ടോ? അതെ അങ്ങനെയാണ് ഇത് സെറ്റപ്പുകാർ വേണം ഇവിടെ. അങ്ങനെയുള്ള MLA-മാരുണ്ട് ഇവിടെ കേരളത്തിലുണ്ട്. എല്ലാ ചാണ്ടിയമ്മൻ ചെയ്യുന്നുണ്ട്. സൈക്കിൾ സവാരി നടത്തി എല്ലാ വീടുകളിലും എന്താ പറയുന്നത്. അല്ല അങ്ങനെ ജനകീയനാകണോ? ഇവര് നമ്മുടെ പൈസ കൊണ്ട് ഇവർ ജീവിക്കുന്നത്. ചേട്ടന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഞങ്ങളും കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് ഇവർ ശമ്പളം മേടിച്ച്. ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതിന് കുറഞ്ഞത് ഒരു ജ്വല്ലറിയുടെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യമാക്കുക. ഒരു ഫ്ലെക്സ് ബോർഡിന് കുറഞ്ഞത് 1 ലക്ഷം രൂപ മുടക്ക് വരും. അതൊക്കെ വരും. അപ്പൊ ജനങ്ങളുടെ പൈസയല്ല, ഇവരുടെ കുടുംബത്തിൽ നിന്ന്. ഈ കോട്ടയം പോയി കഴിഞ്ഞാൽ ചേട്ടാ, കോട്ടയം പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്ററിന്റെ ഇടയ്ക്കായിട്ട് ഈ പിണറായി വിജയന്റെ തന്നെ 4ഓളം ഫ്ലെക്സ് ബോർഡുകളുണ്ട്. 100 മീറ്ററിന്റെ ഇടയ്ക്ക് പല കോർണറിൽ വെച്ചിട്ടുണ്ട്. ഇത് ഈ ഫണ്ടൊക്കെ ഇവിടുന്ന് ഇതൊക്കെ ഈ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നാണോ? നമ്മളിപ്പോ മൊബൈൽ ഫോൺ മേടിച്ചാലോ ഷർട്ട് മേടിച്ചാലോ മേടിക്കുന്ന സാധനം 10 രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുന്നത്. എല്ലാവരും നികുതി മേടിക്കുന്നില്ലേ? നികുതി ഇവര് ടാക്സ് ഇവരുണ്ട്, ഇവര് സൂചിക്കല്ലേ. കഴിഞ്ഞ ദിവസം പാലാ മിൽക്ക് ബാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോയി ഞങ്ങള് ഫുഡ് കഴിച്ചു. 112 രൂപയാണ് ബില്ലാക്കിയത്. അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് 12 രൂപ ടാക്സ് മേടിച്ചു. 12 രൂപ ടാക്സ് GST മേടിച്ചു. ഇപ്പം എന്ത് നമുക്കൊരു
വിശപ്പടക്കാനായിട്ട് കയറിയാലും GST കൊടുക്കുക. ഈ കിട്ടുന്ന പൈസ കൊണ്ടല്ലേ ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നേ, ഇങ്ങനെയുള്ള പണികളെല്ലാം നടത്തുന്നത്. ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെക്കാനായിട്ട് അത് ഈ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് അതിൽ നിന്ന് ഇവര് അടിച്ചോണ്ട് പോകുമല്ലോ. അതല്ലേ സത്യമല്ലേ ഇപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്നിട്ട് ഇവര് കുറെ ആൾക്കാർക്ക് സെറ്റപ്പ് കുറെ ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ നടക്കുന്ന ഇവിടെ ഇടത്തരം ആൾക്കാരുടെ ഒരു കാര്യങ്ങളും ഇവരാരും നോക്കുന്നില്ല. വലിയൊരു പാമൂര പ്രമുഖന്മാരെ മറ്റേതാ കേസ് കേട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരതോടെ ഒരു സമ്മേളനം നടത്തിയാലും ഇപ്പം പിണറായി വിജയൻ നടത്തിയാലും അവിടെ കുറെ ബിഷപ്പുമാരെയും വിളിച്ച് കുറെ സ്വാമിമാരെയും വിളിച്ച് കുറെ ആൾക്കാരെ വിളിച്ചതാ കുറെ ഭക്ഷണം സെറ്റപ്പ് ചെയ്ത് ഞാൻ ഇന്ന ചെയ്യുക എന്ന് പറഞ്ഞുണ്ട്. സാധാരണ ജനങ്ങളോട് ചോദിക്കേണ്ടത് ഇതെന്നാ സംഭവം എന്ന് ചോദിക്കണ്ടേ, ശരിയാണോ സംഭവം? ഇവര് അയ്യപ്പ സംഘം ഓരോ പരിപാടി നടത്തുന്നത് അവർ ഫുഡിൻ്റെ അകത്ത് മാത്രമായിട്ട് അവർ ഏസിക്കകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് മുഴുവനും. വലിയ അവർക്ക് സാധാരണ ജനങ്ങളെ പറ്റി ഒരു ചുക്കും അറിയത്തില്ല. അവർ അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒറ്റ സമ്മേളനം ഒറ്റപ്പെട്ട അതിനും 2 കോടി രൂപ ഇവിടുന്ന് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് നടത്തുന്നത്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആ പൈസ കൊണ്ട് ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനോ ഇപ്പൊ എന്തെല്ലാം പരിപാടി ചേട്ടാ. ഓരോ ഫ്ലെക്സ് ബോർഡിന്റെ പൈസ മതി ഒരു പാവപ്പെട്ടവന് കൂര മേഞ്ഞു കൊടുക്കാനോ. അതാ അത് എന്നാ നടത്താത്ത ഇവരാരും ചെയ്യലേട്ടാ. അതാ PR വർക്ക് മാത്രം. എന്നിട്ട് ഞങ്ങൾ നേടുന്നത് ഞങ്ങളുടെ LDF വന്നു. ഇപ്പം അടുത്ത പ്രാവശ്യം LDF ഇവിടെ ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ കേരളത്തിൽ ജീവിക്കാൻ പറ്റുമല്ല, ഇവിടെ ആര് വന്നാലും പറ്റുമല്ല. അതുപോലെ ഇപ്പം ഞാൻ ഈ 10 വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ 10 വർഷമായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ വന്ന പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് MDMA ലഹരിയാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? 10 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ഈ MDMA പേര് അറിഞ്ഞത് തന്നെ ഈ 10 വർഷത്തിനിടയ്ക്കാണ് കേരളത്തിൽ മൊത്തം. ഇന്നും ഏഷ്യാനെറ്റ് ന്യൂസ് വന്ന ഡോക്ടർ ഉൾപ്പെടെയാണ് കൊച്ചിയിലെ പരിപാടി നടന്ന് പിടിച്ചേക്കുന്നത്. കോടികളുടെയാണ് പുറത്തുനിന്ന് വരുന്ന സാധനം. എന്നിട്ട് ഇത് ഡോക്ടർ ഉൾപ്പെടെ ഇത് വലിയ വലിയ ആൾക്കാർ ഉൾപ്പെടെ അത് ഇവിടെ വരാൻ കാരണം തന്നെ ഈ പൈസ കൂടെ ഇതിൻ്റെ ട്രെൻഡ് തന്നെ പോകുന്നത്. 10 വർഷത്തിനിടയ്ക്കാണ് കൂടുതലും വന്നത്. അതിന് മുമ്പ് എല്ലായിടത്തും ഉണ്ട്, കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഉണ്ട്, പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ MDMA ഏറ്റവും കേരളത്തിൽ സുലഭം വന്നത് ഈ 10 വർഷത്തിനിടയ്ക്ക്. ചുമ്മാ ചാനൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, നോക്കിയറിയാം. കോടിക്കണക്കിന് രൂപയുടെ പരിപാടി നടക്കുന്നത്. അത് മുഴുവൻ ട്രക്സാണ് മുഴുവൻ നടക്കുന്നത്. അത് ഇന്ന് കൊച്ചി നിങ്ങൾ വന്ന് ഞാൻ രാവിലെ കണ്ടത് ഇന്ന് കോടിക്കണക്കിന് രൂപയാണ് പിടിച്ചേക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളെ. 4 പെണ്ണുങ്ങൾ ഡോക്ടർമാരും ഇവരെല്ലാം ഇതിൻ്റെ കണ്ണുകൾ. നാടിൻ്റെ അവസ്ഥ എങ്ങനെയായി പോയി. ചേട്ടന് നിയമസഭാ ഇലക്ഷനിലേക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നോമിനേഷൻ ഇങ്ങനെ കൊടുക്കാൻ കാരണം കാര്യഗൗരവങ്ങൾ ചേട്ടനൊക്കെ അറിയാം. അതങ്ങനെ ഇവിടെ നടക്കുന്ന അല്ല നമ്മളിതിനകത്ത് എതിര് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ വേറെ രീതിയിലേക്ക് ആക്കും ആൾക്കാർ. ഇവരെല്ലാം ഒരു ഗായിങ്ങ, ഇവിടെ രാഷ്ട്രീയം ഒരു ഗായിങ്ങ. രാഷ്ട്രീയം CPM ഉം കോൺഗ്രസും BJP ഒക്കെ അവരൊരു പ്രത്യേക രീതി. ഇവരെല്ലാം ഒറ്റക്കെട്ട. എന്നിട്ട് ഈ കവലപ്രസംഗം മാത്രമേ നടത്തുള്ളൂ. ഒറ്റക്കെട്ട ഇവര് ജനങ്ങളെ പരിചോണ്ടിരിക്കും അങ്ങോട്ട്. ഇതിനകത്ത് മാറ്റം പറഞ്ഞു ഇനിയിപ്പം ഉള്ള കാര്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് ഇപ്പം BJPയുടെ കേന്ദ്ര സർക്കാരിന് നമ്മൾ കുറ്റം പറയും. ഉള്ള കാര്യം പറഞ്ഞാൽ പുള്ളി അവരൊക്കെ നല്ല രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കുമല്ലോ. ഉള്ള കാര്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ് ആണെങ്കിലും ഇവരെല്ലാം ഈ ഇപ്പം ഞാൻ നായരാ ഉള്ള കാര്യമാണ്. ഇവരെല്ലാം ഈ മതത്തിന് അടിമകളാണ്. ഈ രാഷ്ട്രീയക്കാരെല്ലാം മതപ്പായസം കുടിച്ചോണ്ടിരിക്കുക. ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും മുസ്ലിംസിനെയും മതനേതാക്കന്മാർ പറയുന്ന പോലെ വേണം ഇവർക്ക് ചെയ്യാനായിട്ട്. അതാ വേറൊരു കേസും ഇല്ല ഇവിടെ. അവരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. രാഷ്ട്രീയം അവരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. അത് അവരുടെ രാഷ്ട്രീയം അതോടെ കൂട്ടിക്കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അതാണ് അവിടെയാണ് ഈ പ്രശ്നങ്ങൾ പറഞ്ഞത്. ഇപ്പൊ VD സതീശൻ പറഞ്ഞ പോലെ കിടക്കാൻ പറയുമ്പോൾ ഇവരെല്ലാം പോയി ഇരിക്കും, ഇരിക്കാൻ പറയുമ്പോൾ ഇവരെല്ലാം പോയി കിടക്കും. VD സതീശൻ്റെ ഡയലോഗ് ഉണ്ട്. നമ്മൾ പോകേണ്ടതല്ല. മതനേതാക്കന്മാരോ ഒന്നും അല്ല രാഷ്ട്രീയം നിശ്ചയിക്കുന്നത്, ഇവരെ ഭരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഹിന്ദു വന്നാലും ക്രിസ്ത്യാനി അവന് മെജോറിറ്റിയോടെ തന്നെ സ്ഥാനാർത്ഥി കൊടുക്കുകയുള്ളൂ. ഒരു സഭ അറിയാലോ. അതെങ്ങനെ ചെയ്യുന്നത്? അത് അവൻ ജയിക്കണം, മറ്റേ അവൻ്റെ വോട്ട് പോകല്ലേ വരും. ഇതിന് വേണ്ടിയുള്ള പരിപാടിയല്ലേ ഇവിടെ നടക്കും. എന്താണെങ്കിലും ഒരു 6 മാസം ഇവിടെ ഇതിന്റെ ബൈപ്പാസ് നിർമ്മിച്ച് ഇവിടെ പാലം വരും. ഈ പാലത്തിന് ഉദ്ഘാടനം ഞങ്ങൾ വരുകയും ചെയ്യും. തീർച്ചയായിട്ടും ഒരു മാറ്റം വരികയില്ല. നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. ഈ പ്രദേശവാസികൾ തന്നെയാണ് നമ്മുടെ ഒപ്പം ചേർന്നത്. കാരണം ഇവിടെ ഈ പാലത്തിന് ബൈപ്പാസ് അത്യാവശ്യമാണ്. 8 കോടി രൂപ മുടക്കി പാലം പണിതിരിക്കുന്നതല്ലാതെ ഇതിൻ്റെ ഇടം വലം യാതൊരു ബൈപ്പാസോ വേറെയുള്ള വണ്ടികൾ കടന്നു പോകാനുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഉന്നതാധികാരികൾ ആര് ഭരണത്തിൽ കയറിയാലും ഈ ഏപ്രിൽ 9 തീയതി നിയമസഭാ ഇലക്ഷനാണ്. അതിനോടനുബന്ധിച്ച് ഭരണത്തിലേറുന്ന ഏത് പാർട്ടിയാണെങ്കിലും ഈ വാർത്തകൾ നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ച് ഈ ഏരിയ ഒന്ന് കണ്ട് ഇവിടെ പ്രദേശവാസികൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് ബോധിപ്പിച്ചിരിക്കുന്നത്. അനുബന്ധ കാര്യങ്ങളിലേക്ക് കടന്ന് എത്രയും പെട്ടെന്ന് സുഗമമായൊരു യാത്രാ സൗകര്യം ഈ വഴിക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വിനീതമായിട്ട് ഡിക് ന്യൂസ് കേരള നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്.